നമസ്കാരം. പ്രവൃത്തിൻ്റെ മറ്റൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിവിടെ ഇന്നുള്ളത് മാരുതി ഗ്രാൻഡ് വിറ്റാര പെട്രോൾ മോഡലാണ്. 1.5 ലിറ്ററിൻ്റെ ബേസ് മോഡലാണുള്ളത്. അപ്പോൾ ഒരു 4 months യൂസർ റിവ്യൂ അങ്ങനെ ഉണ്ട് നമുക്ക് നോക്കാം. യൂസർ നമ്മളുടെ കൂടെ ഉണ്ട്, നമുക്കൊന്ന് ഓടിച്ച് നോക്കാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ഗ്രാൻഡ് വിറ്റാറിൻ്റെ യൂസർ റിവ്യൂയിലേക്ക് കിടക്കാം. നമ്മളുടെ കൂടെ ഉള്ളത് സുബീഷ് ചേട്ടനാണ്. അപ്പോൾ സുബീഷ് ചേട്ടനോട് നമുക്ക് നേരിട്ട് ചോദിക്കാം ഈ വണ്ടിയുടെ പോസിറ്റീവ്സും ആൻഡ് നെഗറ്റീവ്സും. അപ്പോൾ സുബീഷ് ചേട്ടാ, ഇപ്പം ഈ ഗ്രാൻഡ് വിറ്റാർ എത്തിയിട്ട് ഒരു 4 മാസമായല്ലോ. അപ്പം എങ്ങനെയാണ് ഈ ഗ്രാൻഡ് വിറ്റാറിലേക്ക് എത്തിയത്? എങ്ങനെയാണ്? ഞാൻ മുമ്പ് യൂസ് ചെയ്തിരുന്ന ബലേനായിരുന്നു. അപ്പം ബലേനിൻ്റെ തൊട്ട് മുകളിലുള്ള വണ്ടി എടുക്കാണ് ഉദ്ദേശിച്ചത്. അപ്പം ആദ്യം ഞാൻ ഫ്രോങ്സിലേക്കാണ് പോയത്. ഫ്രോങ്സ് എടുത്ത് നോക്കിയപ്പം അത് ബലേനായിട്ട് വലിയ വ്യത്യാസം തോന്നിയില്ല. അതായത് അതിൻ്റെ ഒരു ക്രോസ് എഡിഷൻ ആണല്ലോ. അപ്പം ബലേനുമായിട്ട് വലിയ വ്യത്യാസം തോന്നാത്തതുകൊണ്ട് തന്നെ അതിൻ്റെ മുകളിലേക്ക് നോക്കാന്ന് വെച്ചു. അപ്പോൾ SUV-നോട് കുറച്ച് താല്പര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പിന്നെ ബ്രെസ നോക്കാമെന്ന് വിചാരിച്ചു. ആ സമയത്ത് ബ്രെസയിൽ നമ്മളെ ഈ ഹൈബ്രിഡ് ഫീച്ചേഴ്സ് ഒഴിവാക്കി, മാരുതി ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഫീച്ചേഴ്സ് ഒഴിവാക്കേണ്ട തന്നെ അതിൻ്റെ മൈലേജ് ഷോർട്ട് ഉണ്ടാകുന്നൊരു പ്രശ്നം കൊണ്ടാണ് പിന്നെയാണ് ഇതിലേക്ക് മാറിയത്. അതെ. അപ്പം മൈലേജ് എന്ന് പറയുമ്പം കമ്പനി പറയുന്ന മൈലേജ് എനിക്ക് തോന്നുന്നു ഒരു 20 അടുപ്പിച്ച് 18 ഒക്കെയാണ്. 21 ആണ്. അപ്പം ഇപ്പം ലോക്കൽ യൂസും ഉണ്ടാവും, ഹൈവേ യൂസും ഉണ്ടാവും. അപ്പോൾ ഒരു ആവറേജ് മൈലേജ് ഞാൻ അതിൽ കണ്ടത് ഒരു 14.6 ഒക്കെയാണ്. അപ്പോൾ ആ ഒരു മൈലേജ് തന്നെയാണോ കിട്ടുന്നത്? അത് 14.6 അത് ഞാൻ ലോക്കൽ ഓട്ടത്തിൽ കിട്ടിയതാണ്. എനിക്ക് തോന്നുന്നു ഹൈവേയിലേക്ക് അതിലും കൂടുതൽ എന്തായാലും ഉണ്ടാവും. 18-20 മൈലേജ് കിട്ടേണ്ടതാണ് ഹൈവേയിൽ. അപ്പോൾ ഒരു 4 മാസം കൊണ്ട് ഓടിയത് ഒരു 2000 കിലോമീറ്റർ ആണ്. അപ്പോൾ മൊത്തത്തിൽ ഈ വണ്ടിയുടെ ഈ ഒരു വണ്ടി എടുക്കുന്ന ഒരാളോട് ഇതിൻ്റെ പോസിറ്റീവ്സ് ആയിട്ട് മെയിൻ പോസിറ്റീവ്സ് ആയിട്ട് ഒരു 5 കാര്യങ്ങൾ 2 കാര്യം പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയായിരിക്കും പറയാം? പോസിറ്റീവ്സ് ഒരുപാട് ഉണ്ട്. കാരണം ഇതിന്റെ ഫീച്ചേഴ്സ് ആണ് മെയിൻ ആയിട്ട് പറയാനുള്ളത്. ഇതൊരു ബേസ് മോഡൽ വണ്ടിയാണ്. അതിൽ തന്നെ ഒരുപാട് ഫീച്ചേഴ്സ്, അതായത് നമുക്ക് അഡീഷണൽ ചെയ്യാൻ പറ്റാത്ത ഒരുപാട് ഫീച്ചേഴ്സ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. പറയുകയാണെങ്കിൽ 2 ഡോറിലും, അതായത് ഡ്രൈവർ സൈഡും കോ ഡ്രൈവർ സൈഡും റിക്വസ്റ്റ് സെൻസർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ ഉണ്ട്. പിന്നെ പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരുന്നുണ്ട്. അങ്ങനെ കുറെ ഫീച്ചേഴ്സ് ഉണ്ട്. പിന്നെ റെയറിലാണെങ്കിൽ 3 ഹെഡ്റസ്റ്റ് വരുന്നുണ്ട്, അതിൽ ആംറസ്റ്റ് എല്ലാം വരുന്നുണ്ട്. അതൊക്കെ നമ്മൾ അഡീഷണൽ ചെയ്യാൻ പറ്റാത്ത ഫീച്ചേഴ്സുകളാണ്. അപ്പോൾ അതൊക്കെ ഇതിലുണ്ട് ഒരു പോസിറ്റീവായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ എഞ്ചിൻ സൈഡിലേക്ക് വരുമ്പോൾ ഒരു 1.5 ലിറ്റർ എഞ്ചിൻ 4 സിലിണ്ടർ ആണ് ഇതിൽ വരുന്നത്. അപ്പം ഞാൻ ചില വീഡിയോകളൊക്കെ കണ്ടിട്ടുണ്ട്, നമ്മൾ ഫുൾ ലോഡൊക്കെ ആണെങ്കിൽ കയറ്റൊക്കെ ആണെങ്കിൽ ഇപ്പം BS6-ന്റെ എമിഷൻസ് ഇങ്ങനെ കൂടി വരികയാണല്ലോ. അപ്പോൾ വലിയ കുറവ് അങ്ങനത്തെ പിക്കപ്പ് കുറവ് അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? വലിയ കുറവ് സ്മൂത്ത് റോഡ് പോകുമ്പോൾ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് തോന്നിയിട്ടില്ല. പിന്നെ ഞാൻ ഒരു ഹില്ലി ഏരിയയിൽ വയനാടൊക്കെ പോയിട്ടുണ്ടായിരുന്നു. എന്താ വെച്ചാൽ നമ്മളിപ്പം നേരെ പോവുകയാണെങ്കിൽ ഓടിച്ച് കയറുന്നുണ്ട്. പക്ഷെ നമ്മൾ നിർത്തിയിട്ടെടുക്കുമ്പോൾ ഒരു പുള്ളിങ്ങിൻ്റെ ചെറിയൊരു ഇഷ്യൂ തോന്നിയിട്ടുണ്ട്. അത് മൈലേജ് കോംപ്രമൈസ് ചെയ്യുന്നതുകൊണ്ട് അത് പിന്നെ വലിയ കാര്യമായിട്ട് എടുക്കുന്നില്ല. എപ്പോഴും ആ സൈഡൊന്നും പോകുന്നില്ലല്ലോ. ഒരു ഫാമിലി കാറുള്ള രീതിയിൽ നമ്മുടെ മൈലേജിനാണ് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, ഒരു പവറിനുള്ള രീതിയിൽ. പവർ ഇല്ലാന്നല്ല, നമ്മളിപ്പം സ്മൂത്ത് റോഡിൽ ഒരു കുഴപ്പമില്ല, നല്ല സ്മൂത്ത് ആയിട്ട് പോകുന്നുണ്ട്. വലിയ പ്രശ്നം തോന്നിയിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ ഒരു വണ്ടി എടുക്കുമ്പോൾ ഒരു വണ്ടിക്ക് ദോഷവും ഉണ്ടാവും, അതുപോലെ തന്നെ നെഗറ്റീവ് ഉണ്ടാവും. അപ്പോൾ ഈ വണ്ടിക്ക് നെഗറ്റീവായിട്ട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ? നെഗറ്റീവായിട്ട് പറയാൻ മാത്രമൊന്നുമില്ല. എന്നാലും ഇതിൽ ഈ മാരുതിയെ സംബന്ധിച്ച് ഇതൊരു പ്രീമിയം വെഹിക്കിളാണ് അവർക്ക്. പക്ഷെ ഇതിൽ കുറച്ച് ഉള്ളിൽ തെഞ്ചിയുടെ കുറച്ച് സാധനങ്ങളൊക്കെ അവരെ പഴയ മോഡലിന്റെ സാധനങ്ങളായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഒന്നാമത് സ്റ്റിയറിങ്, പിന്നെ ഈ ഗിയർ നോബ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒരു മുമ്പുള്ള വണ്ടിയുടെ തന്നെ യൂസ് ചെയ്തിട്ട് ഒരു ഫീലിംഗ് ഉണ്ട്. അതെ, ചിലപ്പോൾ കോസ്റ്റ് കട്ടിങ്ങിന്റെ ഭാഗമായിട്ടായിരിക്കാം. ബേസ് മോഡൽ വണ്ടിയല്ലേ, പ്രൈസ് കുറയ്ക്കാന്നുള്ള ലെവലായിരിക്കാം. നെഗറ്റീവായിട്ട് പറഞ്ഞതല്ല. പിന്നെ ഉള്ളത് ഈ പുള്ളിങ്ങിന്റെ ഈ ഒരു ചെറിയ ഇഷ്യൂ മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. ആ സൈഡിൽ ഓടിക്കുമ്പോൾ ഹില്ലി ഏരിയയിൽ ഓടിക്കുമ്പോൾ മാത്രമുള്ള പ്രശ്നം. നോർമൽ റോഡിൽ നമുക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. സ്മൂത്ത് ആണ്, റൈഡിംഗ് കംഫർട്ട് ഉണ്ട്, സ്റ്റിയറിംഗ് സ്റ്റെബിലിറ്റി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. എനിക്ക് ഈ ബോണറ്റൊക്കെ ഉയർത്തുമ്പോൾ തന്നെ കുറച്ചും കൂടി ഹെവി ആയിട്ട് തോന്നിയിട്ടുണ്ട്. സാധാ ഒരു മാരുതി വണ്ടി അങ്ങനെയല്ല, അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്, ബിൽഡ് ക്വാളിറ്റി ഒക്കെ നല്ല. പിന്നെ നമ്മള് സ്റ്റെപ്പിനി ടയർ ആണെങ്കിലും ബാക്കിയുള്ള കമ്പനിയൊക്കെ ഇപ്പോൾ സ്റ്റെപ്പ് ഡൗൺ ചെയ്യുന്നുണ്ട്, ഒരു സൈസ് കുറയ്ക്കുന്നുണ്ട്. പക്ഷേ സെയിം ആണ്. അതായത് ഇതിപ്പോ ഫുൾ ഓപ്ഷനിലായിട്ട് വ്യത്യാസം എന്ന് പറയാൻ ടയർ സൈസ് സെയിം ആണ്. നമുക്ക് ഈ 17 ഇഞ്ച് അലോയ് മാത്രം ചെയ്താൽ ടയർ മാറ്റേണ്ട ആവശ്യം വരുന്നില്ല. അപ്പൊ എല്ലാ വീലും 17 ഇഞ്ചിനാണ്. ടയർ സൈസ് ഫുൾ ഓപ്ഷനിൽ ഇതിലൊക്കെ സെയിം തന്നെയാണ്.
അപ്പോൾ അലോയ് വേണമെങ്കിൽ നമുക്ക് അലോയ് മാത്രമായിട്ട് മാറ്റിയാൽ മാത്രമേ മാറ്റി ഈ വണ്ടിക്ക് ഇപ്പൊ പുറമേ നോക്കുമ്പോൾ ഫുൾ ഓപ്ഷനായിട്ട് കാര്യമായ വ്യത്യാസങ്ങളൊന്നുമില്ല. അലോയിന്റെ ആണ് മെയിൻ ആയിട്ട് വരുന്നത്. പിന്നെ റൂഫ് റെയിൽ അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ വരുന്നുള്ളൂ. സൺറൂഫ് ഒക്കെ ആക്ച്വലി ഒരു ഗിമിക്കും കാര്യങ്ങളൊക്കെയാണ്, നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന കാര്യമല്ല. വിറ്റാര എടുക്കുമ്പോൾ പലർക്കുള്ള കൺഫ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ഹൈബ്രിഡ്, ഫുള്ളി ഹൈബ്രിഡ് എടുക്കണം, അതുപോലെ അല്ലെങ്കിൽ ഈ ഒരു സെമി ഹൈബ്രിഡ് ആയിട്ടുള്ള ഒരു വണ്ടി എടുക്കണം എന്നുള്ളത്. അപ്പം അതെങ്ങനെ കൺക്ലൂഡ് ചെയ്തു? ലൈക്ക് ഈ വണ്ടി മതി, നമുക്ക് ഇത്രയും ആവശ്യമുള്ളൂ എന്നുള്ളത് എങ്ങനെ കൺക്ലൂഡ് ചെയ്തു? നമ്മളിപ്പോൾ ബഡ്ജറ്റ് വൈസ് നോക്കുകയാണെങ്കിൽ ഈ സ്മാർട്ട് ഹൈബ്രിഡ് ആണെങ്കിൽ ഏകദേശം ഒരു 13 ലക്ഷം റുപ്യക്ക് നമുക്ക് കിട്ടും. നമ്മളിപ്പോൾ ഹൈബ്രിഡ് ഫുള്ളി ഹൈബ്രിഡിലേക്ക് പോവുകയാണെങ്കിൽ 22 ലക്ഷത്തിന് മുകളിലായി. ബഡ്ജറ്റ് വൈസ് നോക്കുന്ന ആൾക്കാർക്ക് ഈ മൈൽഡ് ഹൈബ്രിഡ് തന്നെയാണ് ബെറ്റർ. അല്ലെങ്കിൽ അത്രയും കോസ്റ്റ് ആവും, മൈലേജ് കൂടുതൽ കിട്ടും. 28-30 കിലോമീറ്റർ ഹൈബ്രിഡ് മൈലേജ് ഉണ്ട്. ഇതിനാകുമ്പോൾ 21 പറയുന്നെങ്കിൽ എന്തായാലും ഒരു 18-20 റേഞ്ച് മൈലേജ് കിട്ടും. അപ്പോൾ ഡെയിലി അല്ലെങ്കിൽ ഒരു മന്ത്ലി ഒരു 1000 അല്ലെങ്കിൽ ഇയർലി ഒരു 10,000 കിലോമീറ്റേഴ്സിന്റെ മുകളിൽ ഓടുന്ന ഒരാൾക്ക് മാത്രം ഒരു ഹൈബ്രിഡ് ഒക്കെ ആവശ്യമുള്ളൂ. 15,000 മുകളിൽ ഓടുന്നവർക്ക് ആയിരിക്കും ഹൈബ്രിഡ് കുറച്ചുകൂടി ബെറ്റർ. കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഒരു 10 ലക്ഷം റുപ്യന്റെ വ്യത്യാസം വരുന്നുണ്ടല്ലോ. അപ്പൊ അതിൽ അത്രയും ഓടി മുതലാക്കണമെങ്കിൽ അത്രയും ഓട്ടം ഉള്ളവർക്കേ പറ്റുള്ളൂ. ബാക്കി നമുക്ക് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ സെയിം ആണ്. ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ്. ഈ ഹൈബ്രിഡിന്റെ വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ. ചെറിയ കോസ്മെറ്റിക് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഒരു ഗോൾഡൻ ടൈപ്പ് ആവുന്നുണ്ട്, ഗ്രില്ലൊക്കെ അത്ര വ്യത്യാസം വരുന്നുള്ളൂ. ബാക്കിയൊക്കെ സെയിം തന്നെയാണ്. ആക്ച്വലി കൂടുതൽ ഡ്രൈവ് ചെയ്യുന്നത് ഏട്ടാ തന്നെ ആയിരിക്കുമല്ലോ. അപ്പോൾ ബാക്ക് സീറ്റിലെ കംഫർട്ട് പറയാൻ പറ്റുമോ? ബാക്ക് സീറ്റിൽ കംഫർട്ട് ഇത് ഇത്രയും കിലോമീറ്റർ ഓടിച്ച ഞാൻ തന്നെയാണ്, വേറെ ആരും യൂസ് ചെയ്തില്ല. ഞാൻ യൂസ് ചെയ്തില്ല, പക്ഷെ വൈഫ് വണ്ടിയിലൊക്കെ യാത്ര ചെയ്യുന്നതാണല്ലോ. അപ്പൊ ഞാൻ ഇതിന്റെ ബാക്ക് സീറ്റ് കംഫർട്ടബിൾ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ മറ്റുള്ള വണ്ടികളൊക്കെ ഇവർക്ക് ഒരു വോമിറ്റിംഗ് ടെൻഡൻസി ഒക്കെ വരുന്നുണ്ട്. പക്ഷെ ഇതിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും പറഞ്ഞില്ല. മെയിൻ ആയിട്ട് തന്നെയാണ് വോമിറ്റിംഗ് ടെൻഡൻസി. മാരുതിന്റെ മറ്റുള്ള വണ്ടികൾക്ക് 1-2 വണ്ടികൾക്ക് ഉണ്ട്, പക്ഷെ ഈ വണ്ടികൾക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ രാത്രി ഓടിക്കുമ്പം ഇതിൽ വരുന്നത് ഒരു ഹാലജൻ പ്രൊജക്ടർ ലാമ്പാണ്. അപ്പം എന്തെങ്കിലും വിസിബിലിറ്റി കാര്യങ്ങളൊക്കെ? വിസിബിലിറ്റിന്റെ പ്രശ്നം എനിക്ക് തോന്നിയിട്ടില്ല. ഇതിന്റെ ഫുൾ ഓപ്ഷനിൽ വരുന്നത് LED ടൈപ്പ് ആണ്, അതൊരു വൈറ്റ് ആണ്. പക്ഷെ ഇതൊരു ഹാലജൻ ഒരു മഞ്ഞ കളർ ഉണ്ടെന്നേ ഉള്ളൂ. വിസിബിലിറ്റിക്കൊന്നും പ്രശ്നങ്ങൾ ഇല്ല. ബാക്കിൽ വൈപ്പർ ഇല്ല, പക്ഷേ ഡിഫോഗറും കാര്യങ്ങളും ഉണ്ട്. വേറെ ലൈക്ക് മഴ ബ്രേക്കും കാര്യങ്ങളൊക്കെ വേറെ വണ്ടിക്ക് പ്രശ്നങ്ങളായിട്ടൊന്നും ഫീൽ ചെയ്തിട്ടില്ല. അത്യാവശ്യം പ്രീമിയം ക്വാളിറ്റി തന്നെ ഫീൽ ചെയ്തിട്ടുണ്ട് വണ്ടി. ഇതിപ്പം ഫാബ്രിക് സീറ്റാണ് നമുക്ക് വരുന്നത്. ആക്ച്വലി ഇത് എനിക്ക് തോന്നുന്നു നെക്സ്റ്റ് മോഡലിലേക്ക് വരുമ്പോൾ ഒരു ലെതർ വരും. മാരുതിയിലേക്ക് വരുമ്പം എല്ലാവർക്കും മെയിനായിട്ട് അറിയേണ്ട കാര്യം എന്ന് ചിലപ്പം സർവീസ് കോസ്റ്റ് ആയിരിക്കും. പക്ഷേ 4 മാസമായ വണ്ടിയോട് നമ്മൾ 1 ഇയർ സർവീസ് കോസ്റ്റ് ചോദിച്ചിട്ട് കാര്യമില്ല. സ്റ്റിൽ എത്രയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്? എത്ര മീൻസ് ബലേനോയ്ക്ക് എത്ര വരാറുണ്ടായിരുന്നു? ബലേനോക്ക് ഇയർലി ഒരു 5,000 ആ റേഞ്ച് ഒക്കെയാണ് 10,000 കിലോമീറ്ററിന് വരാറുള്ളത്. ഇതിനും എനിക്ക് അതിൽ കൂടുതലൊന്നും ഉണ്ടാവാൻ സാധ്യത കാണുന്നില്ല. കാരണം ഞാൻ ഈ വണ്ടി എടുക്കുന്നതിന് മുന്നേ സർവീസ് സെന്ററിലൊക്കെ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. റെഗുലർലി എന്തെങ്കിലും കംപ്ലൈന്റ് ഈ വണ്ടിക്ക് വരുന്നുണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ടുണ്ട്. അപ്പോൾ അവരൊന്നും ഒരു കംപ്ലൈന്റും ഈ വണ്ടിക്ക് ഇതുവരെ പറഞ്ഞിട്ടില്ല. വേറെ വണ്ടികളൊക്കെ വരുന്നുണ്ടെന്ന് പറഞ്ഞു, പക്ഷേ ഗ്രാൻഡ് വിറ്റാര ഇതുവരെ അങ്ങനെ കംപ്ലൈന്റ് ആയിട്ട് വന്നിട്ടില്ല. 22 ഇറങ്ങിയിട്ട് ഇതുവരെ കംപ്ലൈന്റ് ആയിട്ട് വന്നിട്ടില്ല. അപ്പൊ സർവീസ് കോസ്റ്റ് ഞാനിപ്പോ സെക്കൻഡ് സർവീസ് ആണ് ചെയ്തത്, അതിൽ കോസ്റ്റ് ഒന്നും ആയിട്ടില്ല. എന്തായാലും ആ ഒരു 5,000 ആ റേഞ്ച് ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. 5 ഇയർ വാറണ്ടി? അതെ, 5 ഇയർ വാറണ്ടിയാണ്. 5 ഇയറിന് 2+3 ആണ് വാറണ്ടി എടുത്താണ്. ഇപ്പം എനിക്ക് തോന്നുന്നു മാരുതി ലൈക്ക് ഒരു കൊല്ലം കൂടി എന്തോ എക്സ്റ്റെൻഡ് ചെയ്യുന്ന രീതിയിൽ എന്തോ ചെയ്തിട്ടുണ്ട്, മാറ്റം വന്നിട്ടുണ്ട്. അപ്പൊ 5 കൊല്ലം വരെ പേടിക്കണ്ട. വേണ്ട. നമ്മൾ വണ്ടി എടുത്തതിന് ശേഷം കുറെ ആക്സസറീസും കാര്യങ്ങളൊക്കെ ഇതിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ടാവല്ലോ. അപ്പം അതുപോലത്തെ ഒരു ആക്സസറി ആയിരിക്കുമല്ലോ ഇത്. അപ്പൊ നിപ്പോൺ എന്ന് പറയുന്നത് മാരുതിയുടെ തന്നെ ഒരു സബ്സിഡറി ബ്രാൻഡ് പോലെ വരുന്ന, അല്ലെങ്കിൽ അവർ പണ്ടത്തെ വണ്ടികളൊക്കെ കാണാറുണ്ട് നിപ്പോണിന്റെ ഈ സെൻട്രൽ ലോക്കും കാര്യങ്ങളൊക്കെ. അപ്പൊ ഇതിനൊക്കെ ലൈക്ക് സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിട്ട് എത്ര കോസ്റ്റ് വന്നിട്ടുണ്ട്? ഈ സ്റ്റീരിയോ ഞാൻ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്തതാണ്. ഇത് 360 സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഇതിന്റെ കോസ്റ്റ് അറൌണ്ട് 25,000 ആണ് വരുന്നത്. പിന്നെ ഇതിൽ ഞാൻ ചെയ്തത് 2 സ്പീക്കർ ഓൾറെഡി ഫ്രണ്ടിൽ കമ്പനി തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ബാക്കിലെ ഡോറിൽ 2 JBLന്റെ സ്പീക്കർ ചെയ്തിട്ടുണ്ട്. പിന്നെ മാറ്റ് കാര്യങ്ങൾ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ അഡീഷൻ ചെയ്തിട്ടുള്ളൂ. ബാക്കിയൊക്കെ ഓൾറെഡി വരുന്നുണ്ട്. പിന്നെ എക്സ്റ്റീരിയറിലാണെങ്കിൽ റൂഫ് റെയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ഔട്ടർ ഗാർണിഷ് ഉണ്ട് ഡോറിന്റെ അടിയിൽ, അതും ചെയ്തിട്ടുണ്ട്. അത്രയും കാര്യങ്ങളെ ചെയ്തിട്ടുള്ളൂ. ഇത് നമുക്ക് കമ്പനി വരുന്നതാണ്. ഇതിലിപ്പോ നമുക്ക് നിപ്പോണിന്റെ ആൻഡ്രോയിഡിന്റെ 9 Pro Ultra അതാണ് ചെയ്തിട്ടുള്ളത്.
അതിന്റെ സൗണ്ട് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ സൗണ്ടൊക്കെ നല്ല നല്ല ക്വാളിറ്റിയുള്ള സൗണ്ട് തന്നെയാണ്. ഒന്ന് റിവേഴ്സ് ഗിയർ ഇട്ടിട്ട് ക്യാമറയും അഡീഷണൽ ചെയ്താണ്. ഈ ഒരു വ്യൂ ആണ് നമുക്കുള്ളത്. ചെറിയൊരു ലാഗ് ഉണ്ടല്ലേ റിവേഴ്സ് ഗിയറിലേക്ക് ഇടുമ്പോൾ ആ ഒരു വ്യൂ കിട്ടാൻ പറയത്തക്ക ലാഗൊന്നുമില്ല, എന്നാലും. വേറെ എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നിയിട്ടുണ്ടോ ആഡ് ചെയ്യണം എന്നുള്ളത്? ആഡ് ചെയ്യണമെന്ന് എനിക്ക് ഇതിൽ ഒരു ഫീച്ചേഴ്സ് മിസ്സിംഗ് ആയി തോന്നിയത് ഈ മിറർ ഓട്ടോ അല്ല, മാനുവലാണ്. ഒരു ചെറിയൊരു ഇതായിട്ട് തോന്നിയിട്ടുണ്ട്. വേറെ കാര്യമായിട്ടൊന്നും ഇതിൽ ചെയ്യാനൊന്നുമില്ല. ഇത് ജസ്റ്റ് പ്ലഗ് ആൻഡ് പ്ലേ അല്ലേ? അതെ അതെ, നമ്മൾ വേറെ വയറും കാര്യങ്ങളൊന്നും കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. വയറിംഗ് ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. ഇതിൽ ആക്സറീസ് കുറച്ച് കാര്യങ്ങൾ എനിക്ക് മിസ്സിംഗ് ആയി തോന്നിയിട്ടുണ്ട്. ഒന്ന് ഫസ്റ്റ് ഇതിൽ ബൂട്ട് ലൈറ്റ് ആകെ 96 രൂപയാണ് അതിന് വരുന്നത്. അത് ഞാൻ അഡീഷണൽ ചെയ്തിട്ടുണ്ട്. അതും കൂടി ഇവർക്ക് ചെയ്യായിരുന്നു, കാരണം ഒരു പ്രീമിയം വെഹിക്കിൾ എന്ന നിലയ്ക്ക് അതും കൂടി ചെയ്യായിരുന്നു. പിന്നെ ഇതിലുള്ള AC വെന്റ്, ഗിയർ നോബ്, പിന്നെ ഈ കാണുന്ന ഈ പോർഷൻ, ഇതൊക്കെ ചെറിയ ചെറിയ എമൗണ്ട് ആണ് വരുന്നത്. ഫുൾ ഓപ്ഷനിലായിട്ട് ചെറിയ വ്യത്യാസമേ ഉള്ളൂ. അപ്പൊ അതൊക്കെ ആ ഒരു പ്രീമിയം വെഹിക്കിൾ എന്ന നിലയ്ക്ക് അതൊക്കെ സെയിം തന്നെ കൊടുക്കായിരുന്നു എന്നുള്ള അഭിപ്രായമുണ്ട്. ചെറിയ കാര്യങ്ങളൊക്കെ കോസ്റ്റ് കട്ടിങ് നടത്തിയിട്ട് അവർ ചെറിയൊരു എമൗണ്ട് ആണ് ലാഭം ഉണ്ടാക്കുന്നത്. അതെ അതെ, അതൊരു ലാഭത്തിന് വേണ്ടിയിട്ട് ഏകദേശം ഒരു 5,000 ഉള്ളിൽ ഇതൊക്കെ നമുക്ക് ഫുൾ ഓപ്ഷൻ ആക്കാൻ പറ്റും. അപ്പൊ അതൊക്കെ ചെയ്യായിരുന്നു എന്ന് തോന്നി. അങ്ങനെ ചെറിയ ചെറിയ നെഗറ്റീവ്സ് ആണ് ഉള്ളത്. വണ്ടിയുടെ ഫ്രണ്ട് സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ DRLും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഫ്രണ്ടിൽ ഇതൊരു പ്രൊജക്ടർ ഹെഡ് ലാമ്പ് ആണ്, പക്ഷേ LED സെറ്റപ്പ് അല്ല. ഇതൊരു ബേസ് മോഡൽ ആയതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഈ ഒരു സെറ്റപ്പ് വരുന്നത്. ഫുൾ ഓപ്ഷനിലേക്ക് വരുമ്പോൾ ഇതൊരു LED സെറ്റപ്പ് ആവും. അപ്പം ഫ്രണ്ടിൽ നമുക്ക് കുറച്ച് ഒരു അഗ്രസീവ് ആയിട്ടുള്ള ഒരു ലുക്കാണ്. ആക്ച്വലി നമ്മളുടെ എസ്ക്രോസ് ഫേസ് ലിഫ്റ്റ് ചെയ്തപ്പം പുറത്ത് ഏകദേശം ഈ ഒരു ഫ്രണ്ട് ലുക്കാണെന്നുള്ളത്. നമ്മളുടെ യൂറോപ്യൻ എസ്ക്രോസ് അത് ഇന്ത്യയിൽ അവർ ലോഞ്ച് ചെയ്തിട്ടില്ല. ഏകദേശം അതിൻ്റെ ഒരു സെയിം സ്റ്റൈലിംഗ് ആണ് ഗ്രാൻഡ് വിറ്റാരയ്ക്ക് ഇവർ കൊടുത്തിട്ടുള്ളത്. ഒരു വെയിറ്റ് അല്ലെങ്കിൽ വെയിറ്റ് അല്ല കേട്ടോ, ഒരു വ്യത്യാസം മനസ്സിലാവണമെങ്കിൽ ഈ ബോണറ്റ് ഒന്ന് നിങ്ങൾ പൊക്കി നോക്കിയാൽ മതി. നമ്മൾ സ്വിഫ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പം നല്ല രീതിയിൽ വ്യത്യാസം വന്നിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഒരേ ഒരു തെളിവല്ല, അനേകം തെളിവുകളിൽ ഒന്നാണിത്. നല്ല രീതിയിൽ വെയിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളുടെ ഈ മോഡൽ. അപ്പോൾ എഞ്ചിൻ സൈഡിലേക്ക് വരുമ്പം ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്ത പോലെ ഒരു 1.5 ലിറ്റർ എഞ്ചിനാണുള്ളത്. നല്ല രീതിയിൽ റിഫൈൻഡ് ആണ്, അത് എടുത്ത് പറയാനുണ്ട്. നമുക്ക് എഞ്ചിൻ സൗണ്ട് ഒന്ന് നോക്കാം. അത് ഇഞ്ചക്ടറിൻ്റെ സൗണ്ട് മാത്രമേ ആക്ച്വലി കേൾക്കുന്നുള്ളൂ. നമ്മൾ ഈ ഒരു ഓഡിയോയിൽ എത്രത്തോളം ക്ലിയർ ആണെന്ന് അറിയില്ല. അപ്പോൾ ഇതിലെ ബാറ്ററിയും കാര്യങ്ങളും അവർ സ്ഥിരം മാരുതിൻ്റെ എക്സൈഡിൻ്റെ കൺസർവും ആണ്. ഇതൊരു പെട്രോൾ മോഡൽ ആയതുകൊണ്ട് തന്നെ ഒരു 45 ആംപിയർ ചെറിയൊരു ബാറ്ററിയാണ് വരുന്നത്. അപ്പം നല്ല രീതിയിൽ സ്പേസും കാര്യങ്ങളൊക്കെ നമ്മളുടെ മോണിറ്ററിനുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ ഡോറൊക്കെ അടയ്ക്കുമ്പോൾ കുറച്ചും കൂടി ഒരു സ്ട്രെങ്ത് ഉള്ളതുപോലെ ഉണ്ട്. മൊത്തത്തിൽ വണ്ടിയുടെ ബോഡിക്കാണെങ്കിലും നമ്മൾ സ്വിഫ്റ്റും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ബോഡിയൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അകത്തേക്ക് തള്ളിപ്പോകുന്ന പല ഇൻസിഡൻസും പല വീഡിയോകളും നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് കുറച്ചും കൂടി ലൈക്ക് മൊത്തത്തിലൊരു സ്ട്രോങ് ആയതുപോലെ ഉണ്ട്. അതുപോലെ തന്നെ ഈ വീഡിയോ ഞങ്ങൾ എടുക്കുന്നത് August 1st വീക്കാണ്. അപ്പം ഇൻസ്റ്റാഗ്രാമിൽ പല പോസ്റ്റുകളും കണ്ടു ഈ ഗ്രാൻഡ് വിറ്റാര 4 സ്റ്റാർ റേറ്റിംഗ് കിട്ടാൻ സാധ്യതയുണ്ട്, ചാൻസ് ഉണ്ട് എന്നൊക്കെ. അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ സേഫ്റ്റി വൈസും നമുക്ക് നല്ലൊരു ഇമ്പ്രൂവ്മെൻറ്റ് മാരുതി നമുക്ക് നൽകിയിട്ടുണ്ട്. ബാക്ക് സീറ്റിലേക്ക് വരുമ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു എൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 178-179 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ എൻ്റെ പൊസിഷന് ഈ ഡ്രൈവിംഗ് സീറ്റ് കുറച്ചും കൂടി എനിക്ക് കംഫർട്ടബിൾ ആയ പൊസിഷനിൽ ബാക്കോട്ട് വരും. എന്നിരുന്നാലും ഈ ഒരു ലെഗ് സ്പേസ് ഈ വണ്ടിക്ക് കാരണം വരുന്നുണ്ട്. ആൻഡ് നമുക്കൊരു ബാക്കിലൊരു AC വെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഞാനൊരു ബുദ്ധിമുട്ട് കണ്ടത്, ലൈക്ക് ഞാനിപ്പോൾ ഇവിടുന്ന് ഈ സ്ഥലത്തേക്ക് പോവുകയാണെങ്കിൽ ഞാൻ ഷൂസ് ചരിച്ച് കഷ്ടപ്പെട്ടെടുക്കണം. അപ്പോൾ നടുക്കിരിക്കുന്ന ആളെ ആക്ച്വലി ഇങ്ങനെ വേണം ഇരിക്കാൻ. അപ്പോൾ 3 പേരുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഒന്ന് കൺജസ്റ്റഡ് ആയിപ്പോൾ ഈ നടുക്കത്തെ സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഒരു ഹൈറ്റ് കുറഞ്ഞിട്ടുള്ള ആൾക്കോ അല്ലെങ്കിൽ ചെറിയൊരാൾക്കോ ഇരിക്കാൻ പറ്റും. ബാക്കോട്ട് വരുമ്പം അത്യാവശ്യമല്ല നല്ല രീതിയിൽ നമുക്ക് ഹെഡ് റൂമും കാര്യങ്ങളൊക്കെ വണ്ടിക്കുണ്ട്. പിന്നെ ബാക്കിൽ നമുക്ക് ഈ സെൻട്രൽ വരുന്ന ഈ ലൈറ്റ് അവർ എടുത്തു കളഞ്ഞിട്ടുണ്ട്. പകരം നമുക്ക് 2 ലൈറ്റ് ഈ 2 സൈഡിലായിട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. റിയറിലേക്ക് വരുമ്പം ഏകദേശം ഇപ്പം എല്ലാവരും കോപ്പി അടിച്ച് ഈ ഒരു ലൈറ്റ് സ്ട്രിപ്പും കാര്യങ്ങളും എടുക്കാത്തതായിട്ട് ആരുമില്ല. ഇപ്പം നമ്മളുടെ ഹാഷ് ബാക്ക് വരെ നോക്കുകയാണെങ്കിൽ ഈ ലൈറ്റ് സ്ട്രിപ്പും കാര്യങ്ങളും ഇപ്പോൾ ഒരു ട്രെൻഡായിട്ടുണ്ട്. എത്ര കാലം ഉണ്ടാവും നമുക്കറിയില്ല. ബാക്കി കുറച്ച് വ്യത്യസ്തമാകാൻ നോക്കിയത് ഈ ഒരു ലൈറ്റിങ്ങിലാണ്. ഇതും നമ്മളുടെ ആക്ച്വലി ആദ്യം കൊണ്ടുവന്നത് സിറ്റി 5th ജനിലാണ്. പക്ഷേ അവർ ജസ്റ്റ് ഒരു റിഫ്ലക്ടറും കാര്യങ്ങളും മാത്രമായിരുന്നു കൊണ്ടുവന്നത്. സിറ്റി BMW കോപ്പി അടിക്കുന്നു, സുസുക്കി വേറെ ആരെയോ കോപ്പി അടിക്കുന്നു. അതുപോലെ തന്നെ
ബൂട്ടിലേക്ക് വരുമ്പം അത്യാവശ്യം നല്ല വലിയൊരു ബൂട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ ഇത് അത്യാവശ്യം നല്ല ഇതങ്ങോട്ട് വലിച്ചിട്ട് അങ്ങോട്ട് കിട്ടുന്നില്ല കേട്ടോ. ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ സ്റ്റെപ്പിനായിട്ട് കിട്ടുന്ന ടയർ സെയിം സൈസാണ്. ബാക്കിയുള്ളവർ കോസ്റ്റ് കട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് പഞ്ചർ കിറ്റും കാര്യങ്ങളൊക്കെയാണ് കൊടുക്കുന്നത്. എന്തോ മാരുതി ഇതിന് കറക്റ്റ് സൈസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആക്ച്വലി ഇത് ഫ്ലാറ്റ് സർഫസ് ആയതുകൊണ്ട് നമുക്കതിൻ്റെ ഗുണമുണ്ട് ദോഷമുണ്ട്. അതായത് ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊന്ന് ലിഫ്റ്റ് ചെയ്ത് അങ്ങോട്ട് എടുത്ത് വെക്കേണ്ട അങ്ങനത്തെ ഒരു ഗുണം കിട്ടും. ഇത് സ്ട്രെയിറ്റ് ആയതുകൊണ്ട് നമുക്ക് ഇതിനടിയിലുള്ള കുറച്ച് സ്പേസ് നമുക്ക് പോയിട്ടുണ്ട്. പക്ഷേ ഒരു ഫാമിലിക്ക് വേണ്ട ഒരു 3-4 പെട്ടി എന്തായാലും നമുക്ക് ഇതിൽ സുഖമായിട്ട് വെക്കാൻ പറ്റും. ഇത് റിമൂവ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ഹൈറ്റ് അനുസരിച്ച് നമുക്കിവിടെ അത് ലിസ്റ്റ് ചെയ്യാനും പറ്റും. നമ്മളിപ്പോൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മാരുതിയുടെ ഗ്രാൻഡ് വിറ്റാര സ്മാർട്ട് ഹൈബ്രിഡ് വേരിയൻ്റാണ്. ഇതിൽ വരുന്നത് ഒരു 1.5 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിനാണ് വരുന്നത്. ഇതിൻ്റെ പെർഫിഗേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 102 bhp വിത്ത് 137 Nm ടോർക്കാണ്. അപ്പം നമ്മളിപ്പോൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിഗ്മ വേരിയൻ്റാണ്. അതുപോലെ തന്നെ ഇത് ഏറ്റവും വാല്യൂ ഫോർ മണി ആയിട്ടുള്ള ഒരു വേരിയൻറ്റും കൂടിയാണ് ഈ ഗ്രാൻഡ് വിറ്റാര. വാല്യൂ ഫോർ മണി എന്നുള്ള പറയാനുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബേസിക് ആയിട്ട് ഒരു വണ്ടിക്ക് വേണ്ട ഒരുവിധ ഫീച്ചേഴ്സൊക്കെ ഈ വണ്ടിയിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അതായത് ക്ലൈമറ്റ് കൺട്രോൾ, സ്റ്റാർട്ട് സ്റ്റോപ്പ്, അതുപോലെ തന്നെ ലൈക്ക് മീറ്റർ കൺസോളും കാര്യങ്ങളൊക്കെ ആണെങ്കിലും നമുക്ക് ഒരിക്കലും ഇതൊരു ബേസ് മോഡലാണെന്നോ അല്ലെങ്കിൽ ലൈക്ക് ആ ഒരു വ്യത്യാസം നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. അതുപോലെ തന്നെ ഫാമിലിക്ക് ഒരു 13 to 14 lakhs ആണ് ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത്. അപ്പോൾ ഒരു ഫാമിലി കാർ എന്നുള്ള രീതിയിൽ ഏറ്റവും എന്താ പറയുക അനുയോജ്യമായിട്ടുള്ള ഒരു വണ്ടിയാണ് ഗ്രാൻഡ് വിറ്റാര. ഇപ്പം ബാക്കിയുള്ള ഇതിൻ്റെ കോമ്പറ്റീറ്റേഴ്സായിട്ട് നോക്കുമ്പം പലർക്കും ഒരു ടർബോ പെട്രോൾ ഉണ്ട്, ഡീസൽ എൻജിൻസ് ഉണ്ട്. എന്നിരുന്നാലും ഏറ്റവും കൂടുതൽ ഫാമിലി പ്രിഫർ ചെയ്യുന്നൊരു വണ്ടി കൂടിയാണ് ഈ ഗ്രാൻഡ് വിറ്റാര. അതിൻ്റെ ഒരു മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാരുതി എന്ന ഒരു ബ്രാൻഡും അതിൻ്റെ സർവീസ് നെറ്റ്വർക്കും അതുപോലെ തന്നെ അതിൻ്റെ ഒരു ട്രസ്റ്റും കാര്യങ്ങളൊക്കെയാണ്. ഈവൻ ദോ ഇതൊരു 1.5 ലിറ്റർ എഞ്ചിൻ ആണെങ്കിൽ കൂടി ലൈക്ക് നല്ല രീതിയിൽ റിഫൈൻഡ് ആയിട്ടുള്ള ഒരു എഞ്ചിനാണ് ഈ മാരുതിയിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എഞ്ചിൻ സൈഡിലേക്ക് വരുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു 1.5 ലിറ്റർ എഞ്ചിനാണ് മാരുതി ഇതിലും കൊടുത്തിട്ടുള്ളത്. ഡുവൽ VVT ഡുവൽ ജെറ്റ് എഞ്ചിനാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. ലൈക്ക് BS6 ആയതിനു ശേഷം കുറേ കൂടി റിഫൈൻമെൻറ്റ് കൂടിയിട്ടുണ്ട്. ഈ ടെക്നോളജി ഒക്കെ അവർ മാരുതി കൊണ്ടുവന്നത് ഈ ഒരു BS6 phase 2 ശേഷമാണ്. അപ്പം എൻജിൻ വൈസ് വണ്ടി നല്ല റിഫൈൻഡ് ആണ്. അതുപോലെ തന്നെ ഗിയർ ബോക്സ് ഒക്കെ നല്ല റിഫൈൻഡ് ആണ്. ലൈക്ക് നമുക്ക് പലപ്പോഴായിട്ട് സ്റ്റാർട്ട് സ്റ്റോപ്പ് ഫംഗ്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ വണ്ടി സൈഡായി കഴിഞ്ഞാൽ വണ്ടി അപ്പോൾ ഓഫ് ആവുന്നുണ്ട്. പിന്നെ വണ്ടി നമ്മൾ ക്ലച്ച് ചവിട്ടിയാണ് വണ്ടി സ്റ്റാർട്ട് ആവുക. പലപ്പോഴും സ്റ്റാർട്ട് ആകുമ്പോൾ വണ്ടി ഓൺ ആണോ ഓഫ് ആണോ എന്നുള്ളൊരു കൺഫ്യൂഷൻസ് ഒക്കെ നമുക്ക് വരും. ലൈക്ക് ആ രീതിയിൽ റിഫൈൻഡ് ആണ് ഈ ഒരു എൻജിൻ. ആൻഡ് നമുക്കൊരു നെഗറ്റീവ് സൈഡ് പറയുകയാണെങ്കിൽ ലൈക്ക് കുറച്ച് ഇൻസുലേഷനും കാര്യങ്ങളൊക്കെ ലൈക്ക് അത്ര പെർഫെക്റ്റ് അല്ല. ലൈക്ക് കുറച്ച് സൗണ്ടും കാര്യങ്ങളൊക്കെ അകത്തേക്ക് കേൾക്കുന്നുണ്ട്. ലൈക്ക് അതൊന്നും അത്ര നോട്ടീസബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല. ലൈക്ക് നോർമൽ യൂസേഴ്സ് അതൊന്നും പെട്ടെന്ന് അത് കൺസിഡർ ചെയ്യുന്നൊരു കാര്യമൊന്നുമല്ല. ദാറ്റ്സ് ഓക്കെ. സസ്പെൻഷൻ കുറച്ച് സ്റ്റിഫാണ്. അപ്പോൾ അത് ലൈക്ക് ചിലപ്പോൾ ഒരു ഹൈ സ്പീഡിനൊക്കെ വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു കാര്യമായിരിക്കും അത്. അത്ര സ്മൂത്ത് സസ്പെൻഷൻ അല്ല. സ്റ്റിയറിംഗ് സൈഡിലേക്ക് വരുമ്പോൾ ഒരു ടിപ്പിക്കൽ മാരുതി തന്നെയാണ് സ്റ്റിയറിംഗ്. ബാക്കി കാര്യങ്ങളൊക്കെ ലൈക്ക് എന്താ ഭയങ്കരമായിട്ടുള്ള വ്യത്യാസങ്ങളൊന്നും വന്നിട്ടില്ല. ഒരു 2018-19 മുതലുള്ള ആ ഒരു എല്ലാ വണ്ടിക്കും ഈ ഒരു സെയിം ലൈക്ക് സ്മൂത്ത്നെസ് ആയാലും ആ കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ മാരുതി നിലനിർത്തിയിട്ടുണ്ട്. ലൈക്ക് അതിന് വലിയൊരു പുരോഗതി വന്നിട്ടില്ല. ക്ലച്ചും കാര്യങ്ങളൊക്കെ സ്മൂത്താണ്. ഈ വണ്ടിക്ക് ഞാൻ ഏകദേശം ഒരു 180, 178, 179 സെൻറ്റിമീറ്റേഴ്സ് ഉണ്ട്. ലൈക്ക് നല്ലൊരു വിസിബിലിറ്റി തരുന്നുണ്ട് വണ്ടി. അപ്പം എൻ്റെ ഈ ഒരു ഡ്രൈവിംഗ് സീറ്റ് പൊസിഷനിൽ ലൈക്ക് നല്ല രീതിയിൽ ഒരു ഹെഡ് റൂമും അതുപോലെ തന്നെ തൈ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പലപ്പോഴായിട്ട് ഞാൻ പല യൂസേഴ്സും പറഞ്ഞിട്ടുള്ളത് ഈ ഒരു വണ്ടി ഫുൾ ലോഡ് ആകുമ്പം കയറ്റത്തിൻ്റെ മുകളിൽ നിന്നും വണ്ടി വലിയാത്ത പ്രശ്നങ്ങളുണ്ടെന്നൊക്കെ ഞാൻ പറഞ്ഞു കേട്ടു. എനിക്കിപ്പോൾ ഓടിച്ചിട്ട് അങ്ങനെ വണ്ടി വലിഞ്ഞു കയറാൻ അങ്ങനത്തെ ബുദ്ധിമുട്ടുള്ളതായിട്ട് തോന്നിയിട്ടില്ല. ഇതിലിപ്പോൾ 4 പാസഞ്ചേഴ്സാണുള്ളത്. വിത്തൗട്ട് ലഗേജാണ്. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും അങ്ങനെ ലൈക്ക് വണ്ടിക്ക് പവർ കുറവുണ്ടെന്നോ അല്ലെങ്കിൽ വണ്ടി ഈസി ആയിട്ട് പുള്ള് ചെയ്ത് പോകുന്നുണ്ട്. എനിക്ക് അതിനൊരു നെഗറ്റീവ് ഒന്നും പറയാൻ എനിക്കിതുവരെ തോന്നിയിട്ടില്ല. ചിലപ്പം കുറച്ച് ഓടിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും തോന്നുകയാണെങ്കിൽ ഞാൻ ഈ വീഡിയോൻ്റെ അവസാന ഭാഗത്ത് ഞാൻ അറിയിക്കും. ബ്രേക്കും കാര്യങ്ങളും അതുപോലെ തന്നെ
അത്യാവശ്യം കോൺഫിഡൻസ് തരുന്നുണ്ട്. നമ്മൾ ലൈക്ക് ഒരു എഫേർട്ട് ഭയങ്കരമായിട്ട് നമ്മൾ എഫേർട്ട് എടുക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. പിന്നെ ടയേഴ്സ് വരുന്നത് ഒരു 17 ഇഞ്ച് ടയേഴ്സാണ്. 17 ഇഞ്ച് 215 കറക്റ്റ് സൈസ് എനിക്കിപ്പോൾ കിട്ടുന്നില്ല. 17 ഇഞ്ച് ആണ് വരുന്നത്. അതിന് അലോയ് ഒന്നും വരുന്നില്ല, ബേസ് മോഡലാണല്ലോ. പിന്നെ എനിക്ക് തോന്നുന്നു ഈ ഒരു വണ്ടിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്തെടുക്കാൻ പറ്റും. ലൈക്ക് ആകെ ഒരു മിസ്സാവുക സൺറൂഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്ത്യൻ ഒരു വെതർ കണ്ടീഷന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല. ഒരു ഗിമിക് ഫീച്ചറാണ് ശരിക്കും. അപ്പം എല്ലാ മാനുഫാക്ചേഴ്സും അവരുടെ ചെറിയ വണ്ടികൾക്ക് പോലും സൺറൂഫേഴ്സ് കൊടുത്തു വരുന്ന ഒരു ട്രെൻഡാണ് ഇപ്പോൾ ഉള്ളത്. പക്ഷെ സൺറൂഫ് പകുതി ആൾക്കാരത് യൂസ് ചെയ്യുന്നതായിട്ട് ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ നമ്മളുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.